എന്താമേ? ഞാൻ ചോദിക്കുന്നത് അല്പം ക്രൂരായിട്ട് മോന് തോന്നും. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. മാധവേട്ടനടുത്ത് മോൻ പോയതും കൂട്ടിരുന്നതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്തതാണോ, അതോ പ്രായച്ചിത്തോ? പ്രായച്ചിത്തോ? അതെ, എന്റെ മോളെ കൊന്നതിലുള്ള പ്രായച്ചിത്തം. യോഗ്യതക്കുറവിന്റെ കണക്കുകൾ നിർത്തിയ എന്റെ മോൾക്ക് അത് ഒരുപാടുണ്ട്. ചന്ദ്രോത്ത് വീടിന്റെ അടിച്ചതിനകത്ത് നിൽക്കാൻ പോലും അർഹതയില്ല. നിങ്ങളിൽ ഒരാളിന്റെ അടുത്ത് നിൽക്കാനും ആവില്ല. ആ മാനക്കേട് തീർക്കാനാണല്ലോ അവള് ജീവിച്ചിരിക്കുമ്പോ നിനക്ക് രണ്ടാം വിവാഹം ആലോചിച്ചത്. മോനൊരു വാക്ക് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് അവളെ പടിയിറക്കി വിടായിരുന്നില്ലേ? കൊന്നത് എന്തിനാ? അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എന്ത് ഭ്രാന്തം വിളിച്ചു പറയരുത്. അതെ, ഞങ്ങളെ പോലുള്ളവര് കരഞ്ഞാലും ശബ്ദം ഉയർത്തിയാലും നിങ്ങൾക്കൊക്കെ അത് ഭ്രാന്താ. പക്ഷെ പെറ്റ വയറിന്റെ നോവും തീയും അതാർക്കും മനസ്സിലാവില്ല. ആരെങ്കിലും ഒരാളത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ കളിപ്പിക്കരുത്. പകരം ഞങ്ങളെ കൂടെ കൊല്ലാനുള്ള കനിവ് കാണിക്കണം. ഒടുങ്ങിക്കോളാം ഞങ്ങള്. അമ്മേ, ഇതിന്റെ ഉത്തരം ഞാൻ എത്ര പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. എന്നെങ്കിലും ഒരിക്കല് ദേവി ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. അന്ന് അമ്മ അവളോട് ചോദിക്കണം, ഞാൻ എന്റെ ദേവിയെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. ഗതികെട്ടവരെ പോലെ ഞാൻ നിന്ന് പോയിട്ടുണ്ടോ അമ്മ? പക്ഷെ ദേവി എന്റെ ജീവനാ. ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ അവളെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തിന് ഒന്ന് നോവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെന്റെ രക്തബന്ധമായാലും കണക്ക് ഞാൻ ചോദിച്ചിരിക്കും. വിശ്വസിക്കമ്മേ, ഒരു കുഴപ്പമില്ലാതെ നമുക്ക് അവളെ തിരിച്ചു കിട്ടും. അമ്മയുടെ മോള് തന്നെ അമ്മേ എന്റെ നെഞ്ചിലെ ജീവൻ. തീരുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് തീരും. എല്ലാ ആളുകളെയും നിയമത്തിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാനാവില്ല. കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവരും ഈ പറഞ്ഞ വീട്ടുടമസ്ഥന്മാരും ഒക്കെ ആ ടൈപ്പാണ്. നിയമത്തെ മറികടക്കാൻ അവർക്ക് അവരുടേതായ സോഴ്സ് ഉണ്ട്. അവർ പിന്നെ എന്ത് ചെയ്യാ? സത്യം പറഞ്ഞ അവരുടെ അവസ്ഥയ്ക്ക് മുമ്പില് ഞാൻ തലയുയർത്തി നിൽക്കാറില്ല. അവരുടെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവള് ജീവനോടുണ്ടോന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എനിക്കും ചില കടമകളൊക്കെ ഇല്ല അച്ഛാ. നീ വിഷമിക്കാതിരിക്കെ, എന്തെങ്കിലും മാർഗം നമുക്ക് നോക്കാം. എടാ, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അച്ഛൻ തോറ്റ് നിസ്സഹായനായി നോക്കി നിന്നിട്ടുണ്ട്. നിന്നെ അച്ഛൻ അങ്ങനെ നിർത്തില്ല. മുമ്പൊക്കെ ഒരു വിഷമം വന്ന എന്റെ കൈ ആദ്യം ചലിക്കുക ബലരാമന്റെ നമ്പറിലേക്കാ. ഇപ്പോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.